നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന പ്രകൃതി ദൃശ്യങ്ങളെ അനുഗ്രഹീതമാണ് നമ്മുടെ ഭൂമി. പലപ്പോഴും മനുഷ്യന്റെ യുക്തിക്കും ചിന്തകൾക്കും അപ്പുറത്തുള്ള കാഴ്ചകൾ പ്രകൃതി നമുക്കായി കരുതി വയ്ക്കാറുണ്ട്. അത്തരത്തിൽ അടുത്ത കാലത്ത് ലോക ശ്രദ്ധയാകർഷിച്ച ഒന്നാണ് ഇറാനിലെ ഹോർമുസ് ദ്വീപിലെ ചുവന്ന തീരം. കഴിഞ്ഞ ആഴ്ചയിൽ ഇറാനിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ഇവിടുത്തെ കടൽ ജലം രക്തത്തിന് സമാനമായ കടും ചുവപ്പ് നിറമായി മാറിയത് വലിയ വാർത്തയായിരുന്നു. ദശകങ്ങളിലെ ഏറ്റവും വലിയ വരൾച്ചയെ നേരിടുന്ന ഇറാനിൽ അപ്രതീക്ഷിതമായി എത്തിയ മഴയും അതിനോടൊപ്പം മാറിയ കടലിൻ്റെ നിറവും ആളുകളിൽ ഒരേ സമയം അത്ഭുതവും ആകാംക്ഷയും ഉളവാക്കി. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഭയാനകവും എന്നാൽ മനോഹരവുമായ ഈ ദൃശ്യങ്ങൾ പല വിധത്തിലുള്ള ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ അന്ധവിശ്വാസങ്ങളും പ്രവാചക വചനങ്ങളും ചർച്ചകളിൽ ഇടം പിടിച്ചു. ലോകത്തിൻ്റെ അവസാനം അടുത്തിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഇതെന്നും ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ നദികളും കടലുകളും രക്തമായി മാറുന്ന കാഴ്ചയാണ് ഇതെന്നും ചിലർ വാദിക്കുന്നു. ദൈവകോപത്തിൻ്റെ അടയാളമായാണ് ഇതിനെ പലരും വ്യാഖ്യാനിച്ചത്. പുരാതന കാലത്താണ് ഇത്തരമൊരു പ്രതിഭാസം സംഭവിച്ചിരുന്നത് എങ്കിൽ ഒരുപക്ഷെ ഇതൊരു പുതിയ മതത്തിനോ ആരാധനാക്രമത്തിനോ പോലും കാരണമാകുമായിരുന്നു. എന്നാൽ ആധുനിക മനുഷ്യൻ ഇത്തരം നിഗൂഢതകളെ ശാസ്ത്രീയമായി സമീപിക്കുവാൻ പഠിച്ചിരിക്കുന്നു എന്നത് ശുഭകരമായ കാര്യമാണ്. അന്ധവിശ്വാസങ്ങൾക്കും പ്രവചനങ്ങൾക്കും അപ്പുറം തികച്ചും ലളിതമായ ഒരു ശാസ്ത്രീയ സത്യമാണ് ഈ നിറം മാറ്റത്തിന് പിന്നിലുള്ളത്. ഹോർമുസ് ദ്വീപിലെ മണ്ണും പാറകളും അയൺ ഓക്സൈഡിനാൽ സമ്പന്നമാണ് എന്നതാണ് ഈ പ്രതിഭാസത്തിൻ്റെ യഥാർത്ഥ കാരണം. പ്രത്യേകിച്ചും ഹേമറ്റൈറ്റ് എന്ന ധാതുവിൻ്റെ സാന്നിധ്യം ഇവിടുത്തെ മണ്ണിന് കടും ചുവപ്പ് നിറം നൽകുന്നു. മഴ പെയ്യുമ്പോൾ മലനിരകളിൽ നിന്നും പാറകളിൽ നിന്നും ഒലിച്ചു വരുന്ന വെള്ളം ഈ ധാതുക്കളെയും വഹിച്ചുകൊണ്ട് കടലിലേക്ക് ചേരുന്നു. അയൺ ഓക്സൈഡ് കലർന്ന മണ്ണ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ അത് ഒഴുകുന്ന രക്തത്തിന് സമാനമായി തോന്നിക്കുന്നു. ഇവിടുത്തെ മണ്ണ് വ്യാവസായിക ആവശ്യങ്ങൾക്കും പെയിന്റ് നിർമ്മാണത്തിനും ഭക്ഷണത്തിൽ നിറം നൽകുന്നതിനും വരെ ഉപയോഗിക്കാറുണ്ട്. മഴവെള്ളം കുന്നിൻ ചെരിവുകളിലൂടെ ചുവന്ന വെള്ളമായി താഴേക്ക് പതിക്കുന്ന കാഴ്ച ഏതോ അന്യഗ്രഹത്തിലെ ദൃശ്യം പോലെയാണ് തോന്നിപ്പിക്കുക. ചുരുക്കത്തിൽ ഹോർമുസിലെ ഈ പ്രതിഭാസം പ്രകൃതിയിലെ മൂലകങ്ങൾ തമ്മിലുള്ള രസകരമായ ഒരു പ്രതിപ്രവർത്തനം മാത്രമാണ്. വരൾച്ചയ്ക്ക് ശേഷം എത്തിയ മഴ ഇവിടുത്തെ ധാതുക്കളെ ഉണർത്തുകയും അവ കടലിനെ ചുവപ്പിക്കുകയും ചെയ്തു. ഇത് ലോകാവസാനത്തിൻ്റെ സൂചനയല്ല, മറിച്ച് ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എങ്ങനെ ദൃശ്യവിസ്മയങ്ങൾ തീർക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. ശാസ്ത്രീയമായ അറിവുകൾ പകർന്നു നൽകുന്ന വെളിച്ചം ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങളെ ഭയപ്പാടോടെയല്ല, മറിച്ച് കൗതുകത്തോടെയും ആദരവോടെയും നോക്കിക്കാണുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. പ്രകൃതി എന്നും തൻ്റെ രഹസ്യങ്ങൾ ഇതുപോലെ ലളിതവും എന്നാൽ അതിശയിപ്പിക്കുന്നതുമായ രീതിയിൽ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വെബ് ഡെസ്ക് തത്വമയി TV.